കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മിന്നൽ പരിശോധനയും അതേ തുടർന്നുണ്ടായ കായികമായ ആക്രമ സംഭവങ്ങളുമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് കനത്ത രാഷ്ട്രീയ സംഘർഷത്തിന് വഴിതുറന്നിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടേലിന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി CMRL എന്ന കമ്പനിയിൽ നിന്നും യാതൊരുവിധ സേവനങ്ങളും നൽകാതെ 1.72 കോടി രൂപ കൈപ്പറ്റിയെന്ന ഗുരുതരമായ ആരോപണത്തിന്മേലാണ് ED ഇപ്പോൾ കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നത്. ഒരു വർഷത്തോളമായി തുടർന്നിരുന്ന നിയമക്കുരുക്കുകൾ കേരള ഹൈക്കോടതി നീക്കിയതിന് പിന്നാലെ പ്രതികൾ വീണ്ടും സ്റ്റേ വാങ്ങാൻ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ED 10ഓളം കേന്ദ്രങ്ങളിൽ ഒരേ സമയം മിന്നൽ പരിശോധന നടത്തിയത്. എന്നാൽ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ പ്രതിപക്ഷ നേതാവിന്റെ വാടക വസതിക്ക് മുന്നിൽ വെച്ച് ED ഉദ്യോഗസ്ഥരെ CPM SFI പ്രവർത്തകർ കായികമായി നേരിട്ടത് അതീവ ഭീതിജനകമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചത്. ഇഷ്ടികകളും കട്ടകളും ഹെൽമറ്റുകളും ഉപയോഗിച്ചിറങ്ങിയ പ്രതിഷേധക്കാർ വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ED സംഘത്തിന്റെ വാഹനത്തിന് നേരെ തിരിയുകയും വാഹനത്തിന്റെ ചില്ലുകൾ പൂർണ്ണമായി തകർക്കുകയും ചെയ്തു. ഉദ്യോഗസ്ഥരെ റോഡിൽ തടഞ്ഞുവെച്ചും കോമ്പൗണ്ടിലേക്ക് കുപ്പികളും ചെരുപ്പുകളും എറിഞ്ഞും വലിയ രീതിയിലുള്ള സംഘർഷമാണ് പ്രവർത്തകർ ഉണ്ടാക്കിയത്. അവിടെ ഉണ്ടായിരുന്ന പുതിയ മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഫ്ലെക്സ് ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ച ആക്രമികളെ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊതുമുതൽ നശിപ്പിച്ചതിനും ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും കേസിൽ പെടുന്നതോടെ ഈ യുവാക്കളുടെ ഭാവി എന്നേക്കുമായി ഇരുളടയുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് മുൻപ് SFIയുടെ ഭാഗമായിരുന്ന തലമുറയിലെ ആളുകൾ തന്നെ ഈ അണികളുടെ രാഷ്ട്രീയ ബോധത്തെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി ഭരണത്തിൽ പാർട്ടി ഓഫീസുകളിൽ പൂപ്പൽ പിടിച്ചു കിടന്നിരുന്ന കൊടികൾ ഇപ്പോൾ സാധാരണക്കാരായ പിള്ളേരുടെ കയ്യിലേക്ക് കൊടുത്തുവിട്ട് നേതാക്കൾ അവരെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കുകയാണെന്ന വിമർശനം ശക്തമാണ്. വെടിയുണ്ടകൾക്ക് മുന്നിൽ വിരിമാറ് കാണിച്ച് വീരകഥകൾ കേട്ട് തെരുവിലിറങ്ങുന്ന ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ടത് വിരിമാറിൽ തുള വീഴുമെന്നല്ലാതെ നേതാക്കളുടെ അഴിമതിക്ക് അതുകൊണ്ട് യാതൊരുവിധ കോട്ടവും തട്ടില്ല എന്നാണ്. ഒരു നാട് ഭരിച്ച മുതിർന്ന നേതാവിന്റെ മകൾക്ക് നേരെയാണ് അഴിമതി ആരോപണം വന്നിരിക്കുന്നത്. തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ, മടിയിൽ കനമില്ലെങ്കിൽ എന്തിനാണ് അന്വേഷണ ഏജൻസികളെ കണ്ട് ഇങ്ങനെ ഭയപ്പെടുന്നത്? അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കാൻ അണികൾക്ക് ആഹ്വാനം നൽകുന്നതിന് പകരം തെരുവിൽ അക്രമം അഴിച്ചുവിടുന്നത് മടിയിൽ കനമുള്ളതുകൊണ്ട് തന്നെയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ പാർട്ടി സ്വീകരിക്കുന്ന ഈ നിലപാട് തികഞ്ഞ ഇരട്ടത്താപ്പാണ് എന്ന് തെളിയിക്കുന്നതാണ് മുൻകാല സംഭവങ്ങൾ. 2020 അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ ED റെയ്ഡ് നടന്നപ്പോൾ പിണറായി വിജയൻ സ്വീകരിച്ച നിലപാട് ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. നിയമവിരുദ്ധമായി എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് നേരിടാൻ നാട്ടിൽ നിയമമുണ്ടെന്നും അന്വേഷണ ഏജൻസികൾ അവരുടെ ജോലിയുടെ ഭാഗമായാണ് എത്തിയതെന്നും അതിനെ ആ കുടുംബം നിയമപരമായി തന്നെ നേരിടുമെന്നാണ് അന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. അന്ന് ഏജൻസികളുടെ കയ്യിൽ എന്താണുള്ളതെന്നറിയാതെ പ്രതികരിക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞവർ സ്വന്തം മകളിലേക്ക് അന്വേഷണം നീളുമ്പോൾ അത് പാർട്ടിക്കെതിരെയുള്ള വേട്ടയാടലായി ചിത്രീകരിച്ച് അണികളെ തെരുവിലിറക്കുകയാണ്. സ്വരാജും P രാജീവും അടക്കമുള്ള നേതാക്കളുടെ വിപ്ലവ പ്രസംഗങ്ങളും സാഹിത്യങ്ങളും കേട്ട് തങ്ങളെന്തോ മഹത്തായ ചരിത്ര ദൗത്യമാണ് നിർവഹിക്കുന്നത് എന്ന അന്ധവിശ്വാസത്തിലാണ് ഈ ചെറുപ്പക്കാർ തെരുവിലിറങ്ങുന്നത്. മുൻപ് ഇത്തരത്തിൽ പാർട്ടിക്ക് വേണ്ടി ജീവിതം ഹോമിച്ച പുതുക്കുടി പുഷ്പനെയും അഭിമന്യുവിനെയും പോലെയുള്ളവരെ ചൂണ്ടിക്കാണിച്ച് കോടതി കയറിയിറങ്ങി ചെരുപ്പും കരിയറും തേയുമ്പോൾ മാത്രമേ ഇതിന്റെ യാഥാർത്ഥ്യം ബോധ്യമാകൂ എന്ന് മുതിർന്നവർ ഓർമ്മിപ്പിക്കുന്നു. വിപ്ലവത്തിന്റെ പേരിൽ കൈയും കാലും വെട്ടാൻ ആഹ്വാനം ചെയ്യുന്ന നേതാക്കളുടെ മക്കളൊക്കെ വിദേശത്തും വൻകിട കമ്പനികളിലും ഉയർന്ന ശമ്പളത്തിൽ സുഖമായി ജീവിക്കുമ്പോൾ കലാലയങ്ങളെ കലാപഭൂമിയാക്കാനും കരിയർ തുലയ്ക്കാനും എപ്പോഴും ആരാന്റെ മക്കൾ വേണമെന്ന കൈപ്പേറിയ സത്യമാണ് ഈ തെരുവ് യുദ്ധം വീണ്ടും തെളിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മിറർ.